ഫിലിപ്പിയ ലേഖനമാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന വിഷയം നമുക്ക് നൽകുന്നു. ഒത്തിരി പാസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, വേദവിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. കുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കുറേ പരിജ്ഞാനങ്ങൾ പറയാം. ആ പരിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായി തീരും പ്രസംഗങ്ങളെ രൂപപ്പെടുത്താൻ. പലരും കുറിച്ചെടുക്കുന്നത് കണ്ടു, ആ സന്തോഷം കൊണ്ട് ഞാൻ പറയുകയാണ്. വേദപുസ്തകത്തിൽ നിരവധി പരിജ്ഞാനങ്ങൾ നമ്മൾ പ്രാപിക്കണം. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന പരിജ്ഞാനം ദൈവപരിജ്ഞാനമാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിന് എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. എഫെസ്യർ 1:17 വാക്യം. രണ്ടാമത് നമ്മൾ പ്രാപിക്കേണ്ട പരിജ്ഞാനം ക്രിസ്തു പരിജ്ഞാനമാണ്. മനുഷ്യജീവിതത്തിൽ പ്രാപിക്കേണ്ട നിരവധി പരിജ്ഞാനങ്ങളിൽ രണ്ടാമത്തേതാണ് ക്രിസ്തു പരിജ്ഞാനം. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാമത് വാക്യം. ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അടക്കമുള്ള വിഷയങ്ങളുടെ സമഗ്ര പഠനമാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 3:8 വാക്യം. അടുത്തത് പരിശുദ്ധാത്മ പരിജ്ഞാനമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സമഗ്രമായ പഠനം. എഫെസ്യ ലേഖനം 1:19-20 അവിടെ പരിജ്ഞാനം എന്നൊരു പദമില്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആ അറിവെന്ന് പറഞ്ഞ പരിജ്ഞാനം നേടുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയണം. പരാതി പറഞ്ഞ് കരഞ്ഞ് ആകുലതയോടെ വ്യാകുലതയോടെ അങ്ങുമിങ്ങും തലയും കുനിച്ച് നടക്കാതെ വയ്യ വയ്യ വയ്യ, അയ്യോ അയ്യോ അയ്യോ, ഇല്ല 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 എന്ന സ്ഥിരം പല്ലവികളുമായി നടക്കാതെ എന്നിൽ വ്യാപരിക്കുന്നൊരു ശക്തി കൊണ്ട് ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ബോധ്യത്തോടെ നടക്കാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അനിവാര്യമാണ്. അത് എഫെസ്യ ലേഖനം 1:19-20. അപ്പോൾ ഈ 3 പരിജ്ഞാനങ്ങൾ ഏതാ? ദൈവം, ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഇതാണ് ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനാണ് ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഓക്കെ, ബോധ്യമായോ? സ്തോത്രം. അടുത്ത പരിജ്ഞാനങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം, അങ്ങനെ പരിജ്ഞാനമുണ്ട്. അത് കൊലോസ്യ ലേഖനം 1:10 വാക്യമാണ്. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. അവിടെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിനും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ നേടേണ്ടതിനുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യർ 1:10 വാക്യം. വീട്ടിൽ ചെന്ന് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ വായിക്കുകയും നോക്കുകയും അല്ല, വായനയും എഴുത്തും കൂടെ നടക്കത്തില്ല. ഇപ്പോൾ എഴുതുന്നവരെ വാക്യങ്ങൾ കുറിച്ചിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതിയാവും. കൊലോസ്യർ 1:10 ദൈവ ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ അറിയണം. കൊലോസ്യർ 1:10 വാക്യം. ഇനി പറയാൻ പോകുന്ന 2 പരിജ്ഞാനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതൊരു ബൈബിൾ സ്കൂളും കൂടെ, പ്രസിദ്ധമായൊരു ബൈബിൾ സ്കൂളിൻ്റെയും കൂടെ കൺവെൻഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പഠനാർഹമായ ചിന്തകളെ അക്കമിട്ട് നിരത്തുന്നത് ചില വിദ്യാർത്ഥികളെങ്കിലും ഇവിടെ കാണുമല്ലോ. അവർക്കിത് പ്രയോജനമാകണം. ശ്രദ്ധിക്കണം. അടുത്ത പരിജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ്? അപ്പം 5-ാമത്തെ പരിജ്ഞാനം എന്ന് പറയുന്നത് പാപപരിജ്ഞാനമാണ്. പാപമെന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗംഭീര പഠനമാണ് പാപപരിജ്ഞാനം. ഒറ്റയിടത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വാക്യമുള്ളത്. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. ന്യായപ്രമാണം കൊണ്ടൊരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണം കൊണ്ട് പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പാപപരിജ്ഞാനം, അത് റോമാലേഖനം 3:20 വാക്യമാണ്. ഇനിയും അടുത്ത ഒരു പരിജ്ഞാനമുണ്ട്, 6-ാമത്തെ പരിജ്ഞാനം. ഏതാണെന്നറിയാമോ? അത് രക്ഷാപരിജ്ഞാനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:77 വാക്യമാണ്. ലൂക്കോസ് 1:77 രക്ഷാപരിജ്ഞാനം. ദൈവമൊരുക്കുന്ന രക്ഷ മനുഷ്യനെങ്ങനെ സ്വായത്തമാക്കാം, ആ രക്ഷാനന്തര ജീവിതം എങ്ങനെയാകണം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന കോടാലി എന്തുവാ എന്നൊക്കെയുള്ളത് പഠിക്കാൻ രക്ഷാപരിജ്ഞാനം പഠിക്കണം. രക്ഷയ്ക്ക് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു പദ്ധതികളും യാഗയോഗ കർമ്മകാണ്ഡങ്ങളൊക്കെ വ്യർത്ഥമാണെന്നുള്ളത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പരിജ്ഞാന വിഷയമാണ് രക്ഷാപരിജ്ഞാനം. ലൂക്കോസ് 1:77 വാക്യം. അടുത്ത പരിജ്ഞാനമാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം എബ്രായ ലേഖനം 10:26. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വചന പരിജ്ഞാനമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം ആഴത്തിൽ അപഗ്രഥിക്കാൻ കഴിയുന്ന പരിജ്ഞാനത്തെയാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുക. അടുത്ത വേറൊരു പരിജ്ഞാനമുണ്ട്, അത് നന്മയുടെ പരിജ്ഞാനമാണ്. ഫിലേമോന്റെ ലേഖനം 5-ാമത് വാക്യം. നന്മയുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ളത് നമുക്ക് മാത്രമുള്ളതല്ല, അവരനും കൂടെ കൈമാറേണ്ടതാണ്. അവൻ്റെ മുറിവുകൾക്ക്, അവൻ്റെ വിശപ്പിന്, അവൻ്റെ നഗ്നതയ്ക്ക്, അവൻ്റെ ഒറ്റപ്പെടലിന്, അവൻ്റെ ഏകാന്തതയ്ക്ക് നമ്മൾ തുണയാകണം.
ആരാധനാലയത്തിലേക്ക് ഓടിപ്പോകുന്നവൻ, വഴിയരികിൽ വീണ് കിടക്കുന്നവനെ, മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് രണ്ടുപേര് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേരമായെന്നും പറഞ്ഞ് നേരെ ആലയത്തിലേക്ക് പോകുമ്പോൾ ആലയവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ പോകുന്ന ഒരാൾ ഈ മുറിവേറ്റവനെ കണ്ടിട്ട് അരികിൽ ചെന്നിട്ടവനെ കോരിയെടുത്ത് വായിൽ വെള്ളമൊഴിച്ചിട്ട് അവൻ്റെ മുറിവുകളെ കഴുകി അവനെ തുടച്ച് വൃത്തിയാക്കി എണ്ണ പകർന്ന് അവനെ വീണ്ടും സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടാക്കിയിട്ട് ആ സത്ര ഉടമയ്ക്ക് അവൻ അല്പം കാശെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണേ, അതുകൊണ്ട് വലിയ കരുതൽ കയ്യിലുണ്ടായിരുന്നില്ല, ഇത്രയേ ഉള്ളൂ തൽക്കാലം തരാൻ. ഇത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇവന് വേണ്ടതെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. ബാക്കി ചികിത്സയുടെ ബില്ല് അവൻ്റെ പേരിലല്ല, എൻ്റെ പേരിൽ തരണം. അതാണ് നന്മയുടെ പരിജ്ഞാനം. അവരന് വിശക്കുന്നുണ്ടോ, അവരൻ ഉടുക്കാനുണ്ടോ, അവരുടെ കുഞ്ഞ് അന്തി ഉറങ്ങുമ്പോൾ കഴിച്ചിട്ടാണോ ഉറങ്ങിയത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു സംസ്കാരവും കൂടെ ക്രിസ്തു സ്നേഹിക്കുണ്ടാകണം. അതാണ് നന്മയുടെ പരിജ്ഞാനം എന്ന് പറയുന്നത്. ചുറ്റുമതിൽ കെട്ടി അതിനകത്ത് മാത്രമാണ് കുടുംബങ്ങളായി മാറുമ്പം അയൽവക്കത്തെ ഒരനക്കവും കേട്ടില്ലെങ്കിൽ എന്താ അവിടെ ആരുമില്ലേ, അവിടെ പുക ഉയരുന്നില്ലല്ലോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും ഒക്കെ കഴിയണം. പണ്ട് ഈ മതിൽക്കെട്ടുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് അടുത്ത വീട്ടിലെ ഉമ്മറത്തിരുന്ന മുത്തശ്ശിമാർ രണ്ടുപേരും കൂടെ സംസാരിക്കുമായിരുന്നു. ഇന്ന് എന്തോന്നാ കറി, മീൻ കിട്ടിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആ നല്ല കാലം മതിൽ കെട്ടി നമ്മൾ മറച്ചു. അതുകൊണ്ട് അവിടെ ആരെങ്കിലും വീണ് ചത്താപ്പോലും നമ്മൾ അറിയത്തില്ല, കാറ്റ് മണം കൊണ്ടുവരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. ഇതാ സാക്ഷര കേരളം, സുന്ദര കേരളം, അക്ഷര കേരളം, പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു വികൃത മുഖം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഈ മതിൽക്കെട്ടുകൾ കരിങ്കല്ലുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരേ മുറ്റം, ഇവിടുത്തെ മമ്മിയും അവിടുത്തെ മമ്മിയും കൂടെ തൂത്ത് അടുത്ത് ചൂല് വന്ന് മുട്ടുന്ന ചൂലിന് തമ്മിലൊരു കൂട്ടായ്മയുള്ള കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ, അറിയാമോ, മനസ്സിലാകുമോ നിങ്ങൾക്ക്? അപ്പുറത്തെ ചേച്ചി ഇപ്പുറത്തെ ചേച്ചിയും കൂടെ തൂത്ത് വന്നിട്ട് ചൂല് തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു കാലം. ഇന്ന് ആള് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, കാനത്തെ കരിങ്കല്ലിറക്കി കെട്ടി അപ്പുറത്തുള്ള പുള്ളി ഇപ്പുറത്തുള്ള പുള്ളിയും തമ്മിൽ കാണാതിരിക്കുകയല്ലേ. ആ ഗതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പം നന്മയുടെ പരിജ്ഞാനം ഏതാണ്ടൊക്കെ കുറഞ്ഞ പോലെയായി. അപ്പം ഞാൻ ഈ അക്കമിട്ട് പറഞ്ഞ പരിജ്ഞാനങ്ങളെല്ലാം ദൈവമക്കൾ പ്രാപിക്കണം. ഓരോ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോഴും പരിജ്ഞാന പൂർത്തി കൊണ്ട് നമ്മൾ നിറഞ്ഞവരായി മാറണം. ഓ, മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചിലരെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു, ഈ പറഞ്ഞ പരിജ്ഞാനം എല്ലാം പറഞ്ഞിട്ട് ഈ പുള്ളി ഇന്ന് ഇറങ്ങുമെന്നുള്ളതാണ്. അല്ലല്ല, ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് തെര്യപ്പെടുത്തി ക്രിസ്തു പരിജ്ഞാനത്തെക്കുറിച്ച് 3 വിശേഷ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പടിയിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കാം നമുക്ക്. ഫിലിപ്പിയ ലേഖനം നടുക്ക് നിൽക്കട്ടെ, തൊട്ടിപ്പുറത്ത് എഫെസ് ലേഖനം, തൊട്ടപ്പുറത്ത് കൊലോസ്യ ലേഖനം. രണ്ടിനെയും കൂടെ നമ്മൾ ഈ 3നെയും കൂടെ പരിഗണിക്കും. ആദ്യം ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തു പരിജ്ഞാനത്തിൽ ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജഡധാരണമാണ്. ജഡധാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായിരുന്നവൻ ഒരിക്കൽ പാർത്തലത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ജഡധാരണം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് പാപം മാറട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാറിയേനെ. സകല മനുഷ്യരും ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ. പക്ഷെ അങ്ങനെ ചെയ്യാതെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ജഡധാരണം പ്രാപിച്ചു പിടിക്കു വന്നു. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ തത്വം എന്തിനാണെന്നറിയാമോ? രക്തം ചൊരിയാതെ പാപത്തിന് വിമോചനമില്ല. രക്തം ചൊരിയണമെങ്കിൽ ഒരു ശരീരം, ആ ശരീരത്തിൽ രക്തം. അതുകൊണ്ട് ജഡരക്തത്തോട് കൂടിയവനായി എന്ന് പറയുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പീശാചിനെ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന മുഴുവൻ ആളുകളെയും വിടുവിക്കേണ്ടതിന് യേശു ഒരിക്കൽ ഈ പാർത്തലത്തിലേക്ക് ജഡധാരണം ചെയ്തത്. അപ്പൊ തനിക്കൊരു ജഡം ശരീരം വേണം, ആ ശരീരത്തിൽ രക്തം വേണമായിരുന്നു. കാരണം ആ രക്തം ചൊരിഞ്ഞിട്ട് ആ ശരീരത്തിൽ മരണശിക്ഷ വേണം നമ്മുടെ പാപം പോക്കാൻ. അതാണ് യേശുവിൻ്റെ ജഡധാരണം അഥവാ തിരു അവതാരം എന്ന് പറയുന്നത്. ഈ അവതാരം എന്നുള്ള പദം പെന്തക്കോസ്തുകാരിൽ ചിലർക്ക് ഏതാണ്ട് ഇച്ചിച്ചി പോലെ തോന്നുക. അപ്പം അങ്ങനെ ഇച്ചിച്ചിയാണെന്നും പറഞ്ഞെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സതുദ്ദേശത്തോടെ ഇറങ്ങി വരിക എന്നതാണ്. നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വരിക, ആ അർത്ഥമാണ് അവതാരം. ഇൻകാർണേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, നന്മയായിരുന്നവൻ, സത്യമായിരുന്നവൻ, ധർമ്മമായിരുന്നവൻ, നീതിയായിരുന്നവൻ, സ്നേഹമായിരുന്നവൻ അവിടെ നിങ്ങോട്ട് ഇറങ്ങി വന്നു. മനുഷ്യനായി ജഡം സ്വീകരിച്ച് ജഡരക്തത്തോടുകൂടി ഇവിടെ ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ?
നമ്മുടെ പാപം. ഞാനിനി പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം എന്തിനാ മനുഷ്യനായി മാറിയത്? അപ്പൊ ഫിലിപ്പിയ ലേഖനം നൽകുന്നത് യേശുവിൻ്റെ ജഡധാരണമാണ്. അതിനാധാര വാക്യം ഏതാണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. 2-6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾക്ക് വേദപണ്ഡിതാക്കന്മാർ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ആ പേരൊരിക്കലും മറക്കരുത്. ഗായക സംഘവും മറക്കരുത്, കുറിച്ചുകൊള്ളണം. ആ പേര് ഇങ്ങനെയാണ്: ദ കനോസിസ് ഓഫ് ക്രൈസ്റ്റ്. ബൈബിൾ സ്കൂൾ നടത്തുന്നത് സിയോൻ സംഘത്തിന് നല്ലൊരു ബൈബിൾ സ്കൂൾ ഉള്ളത് കൊണ്ട് വേദവിദ്യാർത്ഥികളെയൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾക്ക് കൊടുക്കുന്ന നല്ല പേരാണ് കനോസിസ് ഓഫ് ക്രൈസ്റ്റ്. കനോസിസ്, KNOSIS, കനോസിസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരിത്യാഗം, ദൈവത്തിൻ്റെ സ്വയപരിത്യാഗം. താണിറങ്ങി വന്നു, തന്നെത്താൻ താഴ്ത്തി എന്ന് നമ്മൾ വായിക്കുന്ന. ആരും പിടിച്ചിറക്കിയതല്ല, സ്വയം താഴ്ച ഭവിച്ചു. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി മാത്രം. അതിനോട് സ്തോത്രം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം കനോസിസ് ഓഫ് ക്രൈസ്റ്റ് മറക്കരുത്. ഫിലിപ്പി 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾക്കാണ് കനോസിസ് എന്ന് പറഞ്ഞാൽ എംഡിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വയം ശൂന്യനാകുക. മനസ്സിലായോ? അതാണ് കനോസിസ് ഓഫ് ക്രൈസ്റ്റ്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ദാസനായി തീർന്നു. അതാണ് ഫിലിപ്പിയ ലേഖനം ക്രിസ്തുവിനെ പറ്റി നൽകുന്ന മഹത്വപൂർണമായ പരിജ്ഞാനം. ആ പരിജ്ഞാനം സകലരും അറിഞ്ഞേ പറ്റൂ. ദൈവമായിരുന്നവൻ വാക്കുകൊണ്ട് മാറ്റമായിരുന്നു, പക്ഷേ രക്തം ചൊരിയാതെ വിമോചനമില്ലെന്നുള്ള ദൈവത്തിൻ്റെ അലംഘനീയ പ്രമാണത്തെ നിറവേറ്റേണ്ടതിന് യേശു തൻ്റെ ജഡത്തെയും രക്തത്തെയും നമുക്ക് വേണ്ടി നൽകി തരികയായിരുന്നു. ആ പുണ്യത്തിൻ്റെ മുമ്പിൽ നാം യേശുവിനെ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഞാനിനി ഈ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗത്തെ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യവുമായിട്ട് ലയിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുകയാണ്. നോട്ട്സ് നിങ്ങൾ കുറിച്ചോണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗത്തെ എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാമത് വാക്യവുമായി ഞാൻ ലയിപ്പിക്കുന്നു. 4-ാമത് വാക്യം പറയുന്നത് ഇത്ര വലിയ രക്ഷ. കണ്ടോ? രക്ഷയ്ക്ക് ഒരു പേര് കൊടുക്കുന്നു. എന്തോന്നാ? എല്ലാവരും ഒന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെങ്കിലും കൂടെ കൂടെ പറയണം. കാരണം ഞാൻ അനുഭവിക്കുന്ന രക്ഷ ഏത് രക്ഷയാ? സാധാ രക്ഷയല്ല, വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ. അതിനോട് സ്തോത്രം പറഞ്ഞിട്ട് ഇത്ര വലിയ രക്ഷ വേറെ ആർക്കും നേടിത്തരാൻ കഴിയാത്ത വിധം ഗാംഭീര്യതയുള്ള, കണ്ടോ, അതുല്യമായൊരു രക്ഷ. അത് സാധ്യമാക്കാനാണ് യേശു ഇവിടേക്ക് വന്നത്. യേശു പാർത്തലത്തിലേക്ക് വന്നത് 4 കാര്യത്തെ നീക്കിക്കളയാൻ വേണ്ടിയാണെന്ന് ഈ ജനറൽ കൺവെൻഷനിൽ വന്ന മുഴുവനും വിശ്വാസികൾ അറിയണം. കവലയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ അറിയണം. യേശു ഇവിടെ വന്നത് നമ്മളെ കൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാവായിട്ട് നമ്മളെ പിണിയാളുകളാക്കി തൻ്റെ പിന്നാലെ കൂട്ടാനല്ല, ഒരു പ്രത്യേക ശാസ്ത്രം എഴുതി ഉണ്ടാക്കാനല്ല, ഒരു പുത്തൻ ഇതിഹാസം ഉണ്ടാക്കാനല്ല. യേശു ഇവിടേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? യേശു ഇവിടേക്ക് വന്നത് 4 കാര്യങ്ങളെ പരിച്ഛേദം നീക്കാനാണ്, മുച്ചൂട് നീക്കിക്കളയാൻ വേണ്ടിയാണ്. ഒന്നാമത് യേശു നീക്കിയത് സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത. ദൈവമേതാണെന്ന കാഴ്ചപ്പാടില്ലാതെ പലതിനെയും ചിലതിനെയും പ്രണയിച്ചും യാഗയോഗങ്ങളിലൂടെ പ്രസാദിപ്പിച്ചും ജീവിച്ചിരുന്ന മനുഷ്യനോട് അതല്ല ദൈവം. സത്യദൈവമുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ഒരു സത്യദൈവമുണ്ടെന്ന വിവേകം നമുക്ക് തരാൻ എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാതിരുന്ന അതുവരെ ഉണ്ടായിരുന്ന അജ്ഞതയുണ്ടല്ലോ, സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത, അത് നമ്മിൽ നിന്ന് നീക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വാക്യം ശ്രദ്ധിക്കണം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ആ വാക്യം എവിടെ? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത് വാക്യമാണ്. ദൈവപുത്രൻ വന്നത് സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തരാൻ വേണ്ടിയാണ്. 1 യോഹന്നാൻ 5:20 ഒരിക്കലും മറക്കരുത്. ഒറ്റ വിശ്വാസിയും മറക്കരുത്. ദൈവപുത്രനായ യേശു ദൈവമായിട്ട് ഇവിടെ വന്നത്, മനുഷ്യനായിട്ട് ഇവിടെ വന്നത് സത്യദൈവത്തെ നമുക്ക് അറിയുവാനുള്ള വിവേകം തരാനാ. അതുകൊണ്ടാണ് റോമാലേഖനം 1:19-20 പറയുന്നത്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു പോയി? ഇരുണ്ടുപോയി. അവർ ദൈവമല്ലാത്തതിനെ ആരാധിച്ചു.
അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചിട്ട് അവരെ അശുദ്ധി കേൾപ്പിച്ചു. 1:24. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങൾ കേൾപ്പിച്ചു. 1:26. അതുകൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ജീവൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. റോമാലേഖനം 1:28. അവർ റോമർ 1:24, 26, 28 വാക്യങ്ങളിൽ വിവേകമില്ലാത്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷാ നടപടികളുടെ 3 കിരാതത്വങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇത് നീക്കാനാണ് എൻ്റെ യേശു വന്നത്. സ്തോത്രം ചെയ്തിട്ട് അത് അനുഭവിക്കുന്നവര് ഈ യേശുവിൻ്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ദൈവം ആരായിരുന്നെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ 2-3-4 തലമുറ പുറകോട്ടുള്ള അപ്പനപ്പൂപ്പന്മാർ ഏത് ദൈവത്തെയാണ് ആരാധിച്ചിരുന്നെന്ന് അവർക്ക് തന്നെ നല്ല തിട്ടമില്ല. ഏതാണ്ടൊക്കെ പറയുമ്പോൾ ആ ശക്തികളെ, ആ സങ്കല്പങ്ങളെ ഒക്കെ പുറകെ അവർ പൊക്കൊണ്ടിരുന്നു. പക്ഷെ യേശുവിനെ നമ്മുടെ നെഞ്ചകത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആരാണ് സത്യദൈവം എന്ന ബോധ്യം നമുക്കുണ്ടായത്. സിയോൻ സംഘം എന്ന പേരിൽ അഭിമാനിക്കുവാൻ വകയുള്ളൊരു കാര്യം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ആത്മീയ ബോധമാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്നലെ മീൻ വാങ്ങിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിക്ക് നമുക്ക് വീണ് കിട്ടിയതല്ല യേശുവിനെ. നമ്മുടെ പിതാക്കന്മാർ, അനുഭവമുള്ള പിതാക്കന്മാർ, മാതാക്കൾ നമുക്ക് ഓതിത്തന്ന ആത്മീക ദർശനം കർത്താവ് കൂടുതൽ കാഴ്ചപ്പാടായിട്ട് നമുക്ക് നൽകിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘമായി നിൽക്കാനിടയായത്. കർത്താവ് തന്ന ആ മഹനീയമായിരിക്കുന്ന വെളിപ്പാടിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശു ഒരിക്കൽ വന്നത് സത്യദൈവത്തെക്കുറിച്ച് അജ്ഞത നീക്കാനാണ്. രണ്ടാമത് എന്തോ നീക്കാനാ? പാപങ്ങളെ നീക്കാനാണ്. ജന്മപാപം, കർമ്മപാപമടക്കമുള്ള സകല കാര്യങ്ങളെയും നീക്കാൻ. മനുഷ്യന്റെ കീശയിലെ കാശിൻ കൊണ്ട്, അവന്റെ ബന്ധുബലം കൊണ്ട്, അവന്റെ രാഷ്ട്രീയ സ്വാധീനത കൊണ്ട്, അവന്റെ ശാസ്ത്ര സാങ്കേതിക മികവുകൾ കൊണ്ട് തള്ളിയാൽ നീങ്ങാത്ത ഒരു കാര്യമാണ് പാപം. അത് നീക്കാനാണ് യേശു വന്നത് എന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം. പാപങ്ങളെ നീക്കേണ്ടതിനവൻ വന്നു. റഫറൻസ് തെറ്റിക്കരുത് നിങ്ങൾ. ഞാൻ വായിപ്പിക്കാതെ പോകുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. വായിക്കാൻ മിടുമിടുക്കന്മാരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനങ്ങ് പറഞ്ഞു പോകുന്നത് സമയം ലാഭിക്കാനാണ്. 1 യോഹന്നാൻ 3:5 വാക്യം, പാപങ്ങളെ നീക്കേണ്ടതിനവൻ പ്രത്യക്ഷനായി. അപ്പൊ 1 സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കാൻ, 2 പാപങ്ങളെ നീക്കാൻ, 3 പാപത്തിന്റെ അനന്തരഫലമായ മരണം നീക്കാനാണ്. 2 തിമോഥെയോസ് 1:10 വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ മരണം നീക്കി ജീവനും യും നൽകിത്തരാൻ വേണ്ടി പ്രത്യക്ഷനായി യേശു. അപ്പൊ മരണം നോക്കി. ഇതൊക്കെ കേട്ടിട്ടൊരു സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? പാപം നീക്കി, പാപത്തിന്റെ അനന്തര ഫലമായ മരണവും നീക്കി. 4ാമത് നീക്കിയത് എന്താണെന്നറിയാമോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കാനാ വന്നത്. ഹല്ലേലൂയ. പിശാചിനെ യേശു നീക്കിയെന്നതിൽ സന്തോഷം എത്ര പേർക്കുണ്ട്? എവിടുന്ന് നീക്കിയെന്നാ? തൂങ്ങാമ്പാറയിൽ നീക്കിയെന്നല്ല. പിശാച് ഇവിടെ തന്നെ ഉണ്ട്. പോങ്ങുമൂട്ടിലുണ്ട്, കാട്ടാക്കടയിലുണ്ട്, നെടുമങ്ങാടുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പിന്നെ എവിടുന്ന് നീക്കിയെന്നാ? എവിടുന്നായി നീക്കിയെന്നറിയാമോ? യേശുവിന്റെ നിർമ്മലവും നിഷ്കളങ്കവും വിലയേറിയതുമായ രക്തം കൊണ്ട് കഴുകപ്പെട്ട നിന്റെ ജീവിതത്തിൽ നീക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു അവകാശം പറയാനില്ലാത്ത വിധം മാറി നിൽക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ശരീരത്തിൽ, നിന്റെ തലമുറയുടെ മേലുള്ള ആധിപത്യത്തിൽ നീക്കിയിട്ടുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മേൽ അവൻ അവകാശം പറയാത്ത വിധം നീക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ അതിന് വേലി ജാരിക്കൊടുക്കരുത്, നീ അതിന് ഏണി ജാരിക്കൊടുക്കരുത്. അവന് കസേര ഇട്ടുകൊടുക്കാതെ വിശുദ്ധിക്കും വേർപാടിനും അനുസരിച്ച് നിന്നാലുണ്ടല്ലോ, പിശാചിന് നിന്റെ മേൽ അവകാശമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്നും പിശാചെന്നും ബന്ധനമൊന്നും ഒക്കെ പറയുമ്പോൾ മുട്ടു തമ്മി കൂട്ടായ്മയായി പോകുന്ന വിശ്വാസികൾ ഇഷ്ടം പോലുണ്ട്. മനസ്സിലായോ? ആ പാടെ അവർക്ക് പേടിയാണ് പിശാചെന്നൊക്കെ. ദൈവത്തെക്കുറിച്ച് വലിയ പേടിയില്ല, പിശാചെന്നൊക്കെ കേട്ടാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. പേടിക്കേണ്ടാത്ത വിധം പിശാചിനെ ദൈവം നീക്കിയിട്ടുണ്ട്. ജീവിതത്തെ സംശുദ്ധമായി കാവൽ കാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പിശാചിന് പോലും ഒരു ദോഷവും പറയാനാവാത്ത നിലയിൽ ജീവിതത്തിന്റെ പവിത്രതയും പരിപാവനതയും അനന്യതയും നീതിയും വിശുദ്ധിയും വിശ്വസ്തതയും നമുക്ക് കാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഒന്നിന്റെ മേലും പിശാച് അവകാശം പറയത്തില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കുവാൻ മാത്രമല്ല, സ്തോത്രം, പാപങ്ങളെ നീക്കുവാൻ മാത്രമല്ല, മരണത്തെ നീക്കുവാൻ മാത്രമല്ല, പിശാചിനെ നീക്കുവാൻ ആണ് കർത്താവ് ഒരിക്കൽ വന്നത്, പാർത്തലത്തിലേക്ക് വന്നത്. സ്തോത്രം. ഇതിന്റെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞത്, ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വാചകം നിങ്ങൾ മറക്കല്ലേ.
ഇത്ര വലിയ രക്ഷ. ഒത്തിരി പ്രസംഗകരിവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വിഷയത്തിൻ്റെ സ്കെൽട്ടൺ തരാം, നിങ്ങൾക്ക് വേണ്ടി ഒരു വിഷയത്തിൻ്റെ രൂപരേഖ തരാം, നിങ്ങളതിനെ ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്ര വലിയ രക്ഷ നമുക്ക് തരുവാൻ യേശു ഇത്ര വലിയ താഴ്ച അനുഭവിക്കേണ്ടി വന്നു. ഉണ്ടോ? എവിടെയായിരുന്നു കർത്താവ്? സ്വർഗത്തിൽ ദൈവമായി, ദൂതന്മാരുടെ ആരാധ്യനായി, ദൈവത്വത്തിൻ്റെ മഹത്വത്തിൽ കഴിഞ്ഞിരുന്നവൻ ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ ഇത്ര വലിയ താഴ്ച. എത്ര പേർക്ക് മനസ്സിലായവർക്ക് സ്തോത്രം പറയാൻ പറ്റും? രണ്ടാമതൊരു കാര്യം കൊണ്ട് പറയാം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ വേണ്ടി കർത്താവ് ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇത്ര വലിയ ശിക്ഷ. എന്തായിരുന്നു ആ ശിക്ഷ? മരണശിക്ഷ. പത്രോസ് പറയുന്ന മരണശിക്ഷ. 1 പത്രോസ് 2:24 പറയുന്ന മരണശിക്ഷ ഏറ്റു എന്നാണ്. അത്ര വലിയ ശിക്ഷ. എന്താണ് ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന? എന്തിനാണെന്നറിയാമോ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ വേണ്ടിയാ. ആ രക്ഷയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. സുഹൃത്തെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഈ രക്ഷയിലേക്ക് താങ്കളെ ആഹ്വാനം ചെയ്യുന്നത്. ഇത് സാധാ രക്ഷയല്ല, ഇത് നിത്യരക്ഷയാ. ഇത്ര വലിയ രക്ഷ തരാൻ യേശു ഇത്ര വലിയ ശിക്ഷ അനുഭവിച്ചു. മൂന്നാമത്തെ വാചകം പറയാം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ യേശു ഇത്ര വലിയ വാഹനമല്ല, വഹനം എന്ന് പറഞ്ഞാൽ എന്താ? ചുമന്നു. എന്തോ ചുമന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം 29 യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ, ബാക്കി പറ, ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്. എന്തോ അവൻ ചുമന്നത്? പാപത്തെ ചുമക്കുക. അപ്പൊ ഇത്ര വലിയ രക്ഷയ്ക്ക് ഇത്ര വലിയ വാഹനം, പാപം ചുമന്നു. പാപം ചുമന്നെന്നൊക്കെ പറയുമ്പോൾ സ്വോത്രം പറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 5:21 അറിയാൻ വയ്യാത്തതുകൊണ്ട്. 2 കൊരിന്ത്യർ 5:21 പറയുന്നത് പാപി അല്ലാത്തവനെ, പാപം ചെയ്യാത്തവനെ, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി പാപമാക്കി. നാം ചുമക്കേണ്ട പാപമാണ് കർത്താവ് ചുമന്നത്. അതിൻ്റെ വാചകമാണ് ഞാൻ പറഞ്ഞത്. ഇത്ര വലിയ രക്ഷ തരാൻ ഇത്ര വലിയ വാഹനം അനുഭവിക്കുക കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത ചിന്ത കൂടെ പറയാം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരേണ്ടതിന് ഇത്ര വലിയ സഹനം, ഇത്ര വലിയ സഹനം. ഹല്ലേലൂയ. സഹനം എന്ന് പറഞ്ഞാൽ എന്തുവാ? സഹിച്ചു. പങ്കപ്പാട് ഭയങ്കരമായിരുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി ജനറൽ കൺവെൻഷന് കൂടിയ ദൈവമക്കൾ ആരും മറക്കാതിരിക്കാൻ 3 സ്ഥലനാമങ്ങൾ പറയാം. 1 ഗത്സമനെ, 2 ഗബ്ബഥ, 3 ഗോൽഗോഥ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം 3 പദങ്ങളും ജി എന്ന അക്ഷരത്തിൽ. അതുകൊണ്ട് 3G എന്നോർത്തിരുന്നാൽ മതി. ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടന്നാണ് നിലവിളിച്ചത്. ഗബ്ബഥായിൽ വെച്ചാണ് തല്ലി തകർക്കപ്പെടുന്നത്. ഗോൽഗോഥയിൽ വെച്ചാണ് കാരിലും ബാണയിൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഗത്സമനയും ഗബ്ബഥയും ഗോൽഗോഥായും യേശു സഹിച്ച സഹനങ്ങളുടെ വലിപ്പം നാം അറിയണം. എന്തിനാ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ ഇത്ര വലിയ സഹനം. ഹല്ലേലൂയ. പുറമടിച്ചുഴവുചാല് പോലെ കീറി, തല തല്ലി പൊളിച്ചു, മുഖത്ത് മുഷ്ടി ചുരുട്ടി ആഞ്ഞു കുത്തി, കാർക്കിച്ചു തുപ്പി, കന്നത്തടിച്ചു. എന്തെല്ലാം പങ്കപ്പാടുകൾ. അതെന്തിനാന്നറിയാമോ? എന്തിനാന്ന് പഠിക്കണം. നമ്മുടെ ധാർഷ്ട്യവും ധിക്കാരവും താൻപോരിമയും അഹന്തയും എല്ലാം മാറ്റിവെക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിനോടൊപ്പം ഗത്സമനിലൊന്ന് നിൽക്ക്, യേശുവിനോടൊപ്പം ഗബ്ബഥായിലൊന്ന് നിൽക്ക്. അല്ലെങ്കിൽ ഗബ്ബഥ എന്ന് പറഞ്ഞാൽ അറിയാവോ എന്തുവാന്ന്? റോമൻ പ്രൊക്കുറേറ്ററായിരുന്ന പീലാത്തോസിന്റെ പ്രട്ടോറിയമാണ് ഗബ്ബഥ എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം കൽത്തളമാണ്. ഗബ്ബഥ അരാമിക് വേർഡാണ്. ആ ഗബ്ബഥയിൽ വെച്ചാണ് യേശു തകർക്കപ്പെടുന്നത്. യെശയ്യാ 53:10 പറയുന്നത് പോലെ അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26:67 ആരും മറക്കരുത് ഒരിക്കലും. യെശയ്യാ 53:10, മത്തായി 26:67. അവർ അവന്റെ കന്നത്തടിച്ചു, മുഖത്ത് കാർക്കിച്ച്, മുഖത്ത് തുപ്പി, അവര് മുഷ്ടി ചുരുട്ടി കുത്തി
കുത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്ന ആ നരാധമത്വ നടപടികൾ കർത്താവിനെ കുറിച്ച് ചെയ്തത് മത്തായി 26:67 വാക്യമാണ്. മറക്കല്ലേ. 53:10 അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. തൂങ്ങാമ്പാറ കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന വാക്യം എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? അവർ വടികൊണ്ട് അവന്റെ ചെകിട്ടത്തടിച്ചു. കൈകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാ വെച്ചാ? വടികൊണ്ട്. ഒരാളുടെ ചെകിട്ടത്തടിക്കുന്ന എന്തുകൊണ്ടാ? സാധാരണ ഒരാളുടെ ചെകിട്ടത്തിൽ അടി കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് അടിക്കുക? കൈകൊണ്ടാ. പക്ഷേ യേശുവിൻ്റെ ചെകിട്ടത്തവർ വടി കൊണ്ടടിച്ചു. അങ്ങോട്ട് വാക്യം ആര് കണ്ടിട്ടുണ്ട്? ഇസ്രായേലിന്റെ ന്യായാധിപതി അവർ വടി കൊണ്ട് ചെകിട്ടത്തടിച്ചു. എന്താ കൈകൊണ്ടടിക്കാൻ? കൈകൊണ്ടടിക്കാൻ പറ്റില്ല. ആദ്യവാരൊക്കെ കൈകൊണ്ടടിച്ചിട്ടുണ്ട്. അതിനെ മത്തായി എഴുതിയിരിക്കുന്ന കന്നത്തടിച്ചു. പിന്നെ കൈകൊണ്ടടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരൊക്കെയോ കന്നത്ത് കൈകൊണ്ടടിച്ചതിന് ശേഷം പിന്നെ ആരൊക്കെയോ കാർക്കിച്ച മുഖത്തേക്ക് തുപ്പി. കട്ടക്കഫവും തുപ്പലും കൂടെ ആ മുഖത്ത് അങ്ങനെ വല്ലാതെ പതിഞ്ഞിരിക്കും. ഇനി ആരെങ്കിലും കൈകൊണ്ടടിച്ചാൽ ആ തുപ്പലും കഫവും അവൻ്റെ കയ്യെ പറ്റും. അതുകൊണ്ട് പിന്നെ അടിക്കാൻ ഒരുമ്പെട്ടവരൊക്കെ കൈകൊണ്ടടിക്കാതെ വടി കൊണ്ടടിച്ചു. വടി കൊണ്ട് ചെകിട്ടത്തടി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, കവളല് പൊട്ടിപ്പോവും, അണപ്പല്ല് സെറ്റോടെ തകർന്നു പോവും. ആ വടിയുടെ അറ്റം ചെവിക്ക് കൊണ്ടാൽ ചെവിക്കുട ഇയർഡ്രം പൊട്ടിപ്പോവും. അത് കൺകോണിലെങ്ങാനും കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോവും. തലച്ചോറിന് ഡാമേജ് ഉണ്ടാവും. ഇതാണ് ചെകിട്ടത്ത് വടി കൊണ്ടടിച്ചാൽ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, എന്തിനാ ഇതെന്നറിയാമോ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരാനാ. ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ സഹനം. ക്രിസ്തു പരിജ്ഞാനത്തിൽ യേശു നിന്റെ രോഗം മാറ്റും, മുഴ മാറ്റും, വീക്കന്താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, ഇതിനൊക്കെ സൗജന്യമായി ചികിത്സ തരുമെന്ന് കേൾക്കുമ്പോൾ ഒരു ആന്തോളനും ഒരു ഒച്ചപ്പാടും ബഹളവും ഒരു അല്ലേലിയയും ഒക്കെ ഉണ്ടല്ലോ. അത് മാത്രം പോരാ, അവൻ അനുഭവിച്ച സഹനത്തെക്കുറിച്ച് അറിയുമ്പോഴാ ആ പുണ്യത്തോട് ചേർന്ന് നിൽക്കാൻ, ഇനിയുള്ള ജീവിതം എൻ്റെ യേശുവിന് വേണ്ടി എന്ന് പറയാൻ, അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, അവൻ എന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ യേശു മതി എന്ന തീരുമാനത്തിലേക്ക് വരാൻ. ദിവസവും വേദികളിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു തരുന്ന സഹായങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരാവേശം ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ യേശുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും യേശുവിൻ്റെ സഹനത്തെക്കുറിച്ചും യേശു അനുഭവിച്ച വ്യഥകളെക്കുറിച്ചും കേൾക്കുമ്പോൾ മിണ്ടാതിരുന്ന് കളയുന്നവരെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി സിയോൻ സംഘത്തിൻ്റെ ജനറൽ കൺവെൻഷനിൽ ഇമ്പങ്ങളുടെ തീരമണഞ്ഞ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ തിരുവചനത്തിൻ്റെ അധികാരം, ഇതിങ്ങനെ വേണം മക്കളെ പറയാനെന്ന് ഞങ്ങളെ നിർദ്ദേശിച്ച് ആ പിതാക്കന്മാർ ഏൽപ്പിച്ചു തന്നതായിരിക്കുന്ന മഹത്തായ ശുശ്രൂഷ, അതിനകത്ത് ഞങ്ങൾ ജനത്തെ ആവേശഭരിതരാക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേട്ട് ചിരിക്കണമെന്നല്ല, നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേട്ട് മാർഗിടണമെന്നല്ല, ഞങ്ങളുടെ പ്രസംഗം കേട്ട് നിങ്ങളുടെ കണ്ണ് നനയണം, കവിൾത്തടങ്ങൾ ഒഴുകണം, അന്തരംഗ പിടയ്ക്കണം. എനിക്ക് വേണ്ടി ഇത്ര വലിയ രക്ഷ തരാൻ എന്റെ യേശു അനുഭവിച്ച ഇത്ര വലിയ സഹനം. അക്ഷരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. അല്പസമയം ഒരുമിച്ച് ഒന്ന് ആരാധിക്ക്. ഇത്ര വലിയ സഹനം അനുഭവിച്ച കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. നമ്മുടെ പത്രാസ് മാറ്റിവെച്ച്, നമ്മുടെ ദാർഷ്ട്യം മാറ്റിവെച്ച്, നമ്മുടെ മുൻവിധികൾ മാറ്റിവെച്ച്, സഭയുടെയോ സംഘടനയുടെയോ അതിർവരമ്പുകളുടെ ഇടപാടുകൾ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിക്ക്. അവൻ അനുഭവിച്ച വ്യഥ വലുതായിരുന്നു. ബത്ലഹേം എഫ്രാത്തെ എന്നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പ്രവചിച്ച പ്രവാചകൻ മീഖയാണ്. മീഖ 5:2 വാക്യം. യേശുവിൻ്റെ ജനനം കന്യകയിലൂടെ ആയിരിക്കുമെന്ന് പ്രവചിച്ചത് യെശയ്യാവാണ് 7:14. പക്ഷേ ആ ജനനം നടക്കാൻ പോകുന്നത് എഫ്രാത്തയിലെ ബത്ലഹേമിലാണെന്ന് മീഖ കൃത്യമായി പ്രവചിച്ചു 5:2. പക്ഷേ അതേ മീഖ 5:1 പറയുന്നു, ഇസ്രായേലിൻ്റെ ന്യായാധിപതി അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. മീഖ മാത്രം പ്രവചന ദൃഷ്ടിയ കാണുന്ന മഹത്തായിരിക്കുന്ന കാഴ്ചപ്പാട് എഴുതി വച്ചിരിക്കുന്നത് യേശുവിനെ കുറിച്ച്. ഇസ്രായേലിൻ്റെ ന്യായാധിപതി യേശുവ. ആ യേശു അനുഭവിച്ച ഇത്ര വലിയ സഹനം, ഇത്ര വലിയ രക്ഷ തരാൻ വേണ്ടിയാ. സ്തോത്രം ചെയ്താട്ടെ. ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ ഒറ്റപ്പെടൽ, ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ ഒറ്റിക്കൊടുക്കപ്പെടൽ, ഇത്ര വലിയ രക്ഷ തരാൻ, ഓ എൻ്റെ കർത്താവ്, ഇത്ര വലിയ മരണം
അനുഭവിച്ചു. ഹല്ലേലൂയ. ആ മരണമാണ് നമ്മുടെ മരണം മാറ്റിയത്. നമ്മുടെ മരണം മാറ്റിയെന്ന് പറഞ്ഞാൽ രണ്ടാം മരണം, നിത്യമരണം മാറ്റിത്തന്ന കർത്താവ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11:25 പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ രണ്ടാം മരണം മാറ്റിത്തന്നത് ഓർത്ത കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മളെല്ലാം മരിക്കും. പിന്നെ മരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ പിതാക്കന്മാർ ഒത്തിരി പേര് മരിച്ചില്ലേ, മാതാക്കൾ ഒത്തിരി പേര് മരിച്ചില്ലേ. ഇന്ന് ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഒരു അയൽവാസിയുടെ മരണ ശുശ്രൂഷയിൽ കൂടിയിട്ടാണ് വരിക. തലേ ദിവസം ഇന്നലെയല്ല മെനഞ്ഞാന്ന് അദ്ദേഹം ഒരു തടിപ്പണിക്കാരനാണ്, 42 വയസ്സേ ഉള്ളൂ. തടിപെട്ടി മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം അവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞ് വരുന്നത് കണ്ട് കൂട്ടുകാർ പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു. ആ ഒടിഞ്ഞു വരുന്ന സംഭവത്തെ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതെ പുള്ളി അവിടെ അങ്ങനെ നിന്നു കൊടുത്തു. അത് കൃത്യം തലയ്ക്ക് വന്ന് കൊണ്ടിട്ട് അവിടെ വെച്ച് തന്നെ തൽക്ഷണം അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മരണമെന്ന് പറയുന്നത് ഏത് സമയത്തും ഒരു കോമാളിയെപ്പോലെ നമ്മളെ വന്ന് പിടികൂടാം, മരണത്തിൻ്റെ തണുത്തകരം. പക്ഷേ ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചാലും നാം ജീവിച്ചു വരും. യേശുവിൽ മരിക്കുന്നവൻ ജീവിച്ചു. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? ആ പ്രത്യാശ ഉള്ളവരാണ് ക്രൈസ്തവ ജനത എന്നുള്ള കാര്യം മറന്നു പോകരുത്. മരിച്ചാലും നമ്മൾ ജീവിക്കും. ഇനി നാട്ടുകാരുടെ ഒരു വിവരം ഞങ്ങൾ വേദപുസ്തകത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം. മരിച്ചിട്ട് ജീവിക്കുന്നത് ഇവിടുത്തെ എലിയായി, പുലിയായി, പഴുതാരയായി, ചിത്രശലഭമായി, നരിയായി, നരിച്ചേറായിട്ടൊന്നുമല്ല. യേശു ഉയർത്തതുപോലെ അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച് തന്നെ ഉയർത്തു വരിക. കാരണം മനുഷ്യജന്മം പോലെ ഏറ്റവും ഉത്തമവും ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവുമായ ജന്മം വേറെയില്ല. അതുകൊണ്ട് മനുഷ്യനായി ജനിച്ചിട്ട് നാളെ ഇവിടെ നായായോ കുറുനരിയായിട്ടോ ഒന്നും ജനിക്കേണ്ടതില്ല. അതുകൊണ്ട് മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ച കാലത്ത് ഞങ്ങളിവിടെ ജീവിച്ചു, ക്രിസ്തുവിനെ കൈക്കൊണ്ടു. ക്രിസ്തു ഏകരക്ഷകൻ, ഏകകർത്താവ്, ഏകദൈവം, ഏക അവതാരം, ഏകരക്ഷകൻ എന്നൊക്കെയുള്ള ആത്മീയ ആശയത്തിൽ ഞങ്ങൾ നിന്നു. ക്രിസ്തുവിലാണ് ഞങ്ങൾ ജീവിച്ചത്. ക്രിസ്തുവിൻ്റെ ഔന്നത്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചാ ജീവിക്കുന്നത്. ഇന്നും അങ്ങനെയാ ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടാത്തത് ഞങ്ങൾക്ക് വേണ്ട, ക്രിസ്തുവിന് വേണ്ടുന്നത് ഞങ്ങൾക്ക് വേണം. അത് എന്ത് ലാഭം മാറ്റിവെച്ചിട്ടാണെങ്കിൽ ക്രിസ്തുവിന് പ്രസാദമാകുമാർ ജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഉറപ്പുണ്ട്, നെഞ്ചകത്തിനകത്ത് ഇന്നും മരിച്ചാൽ കർത്താവ് കാഹളം മുഴക്കി വരുമ്പോൾ ഞങ്ങൾ ഉയർത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 99-ാമത്തെ വയസ്സിൽ മരിച്ച ഞങ്ങളുടെ ഒരു പിതാവോ ഞങ്ങളുടെ മാതാവോ 99-ന്റെ വാർദ്ധക്യത്തോടെ അല്ല എഴുന്നേറ്റ് വരിക. 1 വയസ്സിലോ 6 മാസത്തിലോ 2 വർഷത്തിലേക്കോ ഒക്കെ പ്രായമുള്ളൊരു കുഞ്ഞ് മരിച്ചു പോയാൽ മലക്കപ്രായത്തിൽ മുട്ടയിൽ എഴഞ്ഞല്ല കയറി വരിക പുനരുദ്ധാനം. യേശു ഉയർത്തെഴുന്നേറ്റ പക്വതയിലും ഭാഗത്തിലും അവൻ ഉയർത്തു വരും. വചനം അങ്ങനെ പറയുക. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. നമ്മൾ അവരെ വീണ്ടും കാണും. ഇമ്പങ്ങളുടെ തീരത്ത് സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളിൽ നാം ഒരുമിച്ച് കർത്താവിനോട് കൂടെ അവിടെ ആയിരിക്കും. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമ്മുടെ മരണം അവൻ നീക്കി. ഇനി കേൾക്കണം, ഞാൻ നേരെ ജമ്പ് ചെയ്യുന്നു എഫെസ് ലേഖനത്തിലേക്ക്. ഇത്ര വലിയ രക്ഷകരാൻ, ഇത്ര വലിയ മരണം അനുഭവിച്ച നമ്മുടെ കർത്താവിനെ ദൈവം ഇത്ര വലിയ ഉയർപ്പ് നൽകി മാനിച്ചു. ആമേൻ. യേശു എന്തോ ചെയ്തു? മരിക്കുക മാത്രമല്ല, പിന്നെന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റ്. എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. എഫെസർ 1:20 മുതൽ 19 മുതൽ വായിക്കണം. അപ്പോഴേ ആശയത്തിൻ്റെ പൂർണ്ണത കിട്ടുകയുള്ളൂ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്തോ ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. ഏത്? ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവശക്തിയുടെ വല്ലഭത്വമുണ്ടല്ലോ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്, നമ്മളെ അതിലാക്കിയിരിക്കുന്നത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. ഈ ശക്തിയാണ് നമ്മെ ചിലതിനകത്തൊന്ന് എഴുന്നേൽപ്പിക്കുന്നത്. നമ്മളെ അടച്ചു വെച്ചിരിക്കുന്ന ചിലതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരുന്നത് ഈ ശക്തിയാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നിന്നെ ഒതുക്കി നീ പുറത്തു വരാൻ പാടില്ല. ഒരു ദുർവ്യാധി പിടിച്ച് നീ കിടപ്പിലായി പോയി. ഇനി നീ ഉപ്പൂറ്റി ഉറപ്പിച്ച് നിൽക്കത്തില്ല. തൂങ്ങാമ്പാറയിലും പോങ്ങുമൂട്ടിലും കാട്ടാക്കടയിലൊന്നും നീ ഇറങ്ങത്തില്ല. അവനെ ഞാൻ കിടത്തി, അവളെ ഞാൻ കിടത്തി എന്നൊക്കെ പറഞ്ഞ് ശത്രു ഇങ്ങനെ ആഘോഷിക്കുക. പക്ഷേ ഒരു ശക്തി ഉണ്ട്. ഏതാണെന്നറിയാമോ? അടച്ചു വെച്ചിരിക്കുന്നതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു ശക്തി ഇന്ന് രാത്രി അത് ഗ്രൗണ്ടിൽ വ്യാപരിപ്പിക്കപ്പെടുന്നുണ്ട്. നാഡീ ഞരമ്പുകളിൽ, അസ്ഥിവ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ, ഓരോ കോശങ്ങളിലും, ഓരോ ഉള്ളങ്ങളിലും ആ ശക്തി വ്യാപരിക്കുമ്പോൾ റോമാ സാമ്രാജ്യം അടച്ചു വെച്ച ആ കല്ലറയ്ക്കകത്തു നിന്ന് എൻ്റെ യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ പര്യാപ്തമായ ദൈവശക്തി
ഇന്ന് രാത്രി ചില ശരീരങ്ങളിലേക്ക് വ്യാപരിപ്പിക്കപ്പെടുകയാണ്. ചില ശരീരങ്ങളിലേക്ക്, ചില ഉള്ളങ്ങളിലേക്ക് അത് വ്യാപരിക്കപ്പെടുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരെ കർത്താവിനെ സ്തുതിക്ക്. നിന്നെ ഒതുക്കാനും ഒടുക്കാനും ഒരു ശത്രുവിനും ആവില്ല. ദുർമന്ത്രവാദത്തിന്റെ ശക്തികൾക്ക് നിന്നെ ഒതുക്കിക്കളയാനാവില്ലെന്ന്, നിന്റെ തലമുറയുടെ നന്മ തടയാനാവില്ലെന്ന്, നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കാനാവത്തില്ലെന്ന്, നിന്റെ ഗർഭപാത്രത്തിനകത്ത് പോരിട്ട് വ്യാപരിക്കുന്ന ഒരു കുഞ്ഞ് നീ കാണാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കൂട്ടിയ ചെയ്തു ദോഷങ്ങൾ, പ്രവൃത്തി ദോഷങ്ങൾ, വിളിച്ചു ചൊല്ലലുകൾ, നേർച്ച കാഴ്ചകൾ, ചില ദുഷ്ടശാക്തിയുടെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയോ. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശാക്തി നിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഹാർട്ടിന്റെ വാൽവിന്റെ മേൽ പ്രവർത്തിക്കുന്ന, യൂട്ടസിനകത്ത് ഫൈബ്രോയിഡിന്റെ മേൽ ഹല്ലേലൂയ ദൈവശാക്തിയുടെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കുന്നവർക്ക് അത് അനുഭവമായി മാറും. ഞങ്ങൾ ദൈവദാസന്മാർ ഇവിടുന്ന് ഇറങ്ങി നിങ്ങളുടെ തലയിലൊന്നും തൊടേണ്ട കാര്യമില്ല. വചനം നീ വിശ്വാസത്തോടെ കൈക്കൊണ്ട് അതിനെ അങ്ങോട്ട് ഏറ്റെടുത്താൽ ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കപ്പെടാനിടയാകും. വചനം വ്യാപരിച്ചാൽ സൗഖ്യത്തോടെ മടങ്ങും. വചനം വ്യാപരിച്ചാൽ ബലഹീനത ഇവിടെ ഇട്ടിട്ട് നീ ആരോഗ്യത്തോടെ പോകാനിടയാകും. കുഞ്ഞെ, മോളെ, നിന്റെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് ഈ ശക്തി കൊണ്ട് അനുഗ്രഹിക്കുക. മോനെ, നിന്റെ ഓർമ്മക്കേടിനെ കർത്താവ് മാറ്റുകയാണത്. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിനക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന നിന്റെ ഓർമ്മക്കേടുണ്ടല്ലോ, പഠിച്ച മനസ്സിലാകാത്ത ഒരു ഇടപാടുണ്ടല്ലോ, പഠിക്കാനുള്ള ബുദ്ധിയില്ലാതെ, സ്വയമായ താല്പര്യമില്ലാതെ നീ ഉൾവലിഞ്ഞു പോകുന്ന ചില അനുഭവമുണ്ടല്ലോ, അത് മാറ്റിയിട്ട് കർത്താവ് ഈ ശക്തി കൊണ്ട് നിന്നെ നിറയ്ക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഈ എക്സീഡിംഗ് ഗ്രേറ്റ് പവർ, ഹല്ലേലൂയ, കടത്തിന് മേൽ കടമായി എങ്ങനെ വീട്ടുമെന്നറിയാൻ വയ്യാതെ നാട്ടം തിരിയുന്ന സുഹൃത്തുക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയും ഇവിടെ ഇരുട്ടിൻ്റെ മറവിൽ ജീവിതം ഇങ്ങനായാൽ എങ്ങനാകുമെന്നോർത്ത് നീ നിരാശപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളൊരു സന്തോഷ വാർത്ത പറയുക. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന കർത്താവ് നിന്റെ കടക്കണിയിൽ നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ആയിരിക്കുന്ന ചില വല്ലാത്ത വ്യാപാരങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ പൊക്കുമെന്ന്, നിന്നെ അടച്ച ചില വല്ലാത്ത കേട്ടുപാടിൽ നിന്നെ പോക്കാൻ കഴിയുന്ന ദൈവശാക്തി വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം പറയുന്ന കണ്ടോ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും. ക്രിസ്തു പരിജ്ഞാനത്തിന്റെ മഹത്വരമായിരിക്കുന്ന ഒരു ഭാഗമാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ. വിവരിച്ച് നിൽക്കാൻ നേരമില്ല. സ്തോത്രം. വിവരിക്കണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ജനറൽ കൺവെൻഷനല്ലേ, വചനം കേട്ടാൽ ഉടനെ ആരാധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ദൈവമക്കളോടുകൂടെ ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ രാവിലെ 8 മണി മുതലുള്ള ഒരു യോഗത്തിൽ എനിക്ക് പ്രസംഗിക്കണം. എവിടെയെന്നറിയാമോ? നിലമ്പൂർ, അങ്ങ് മലപ്പുറം എത്തണം ഈ രാത്രിയിൽ. സ്തോത്രം. സൈമൺ സാറിനോട് നേരത്തെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ തമ്പാനൂർ എത്തിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. വണ്ടി ബുക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയെ കയറി പോയാൽ മതിയായിരുന്നെങ്കിൽ ഞാൻ കുറേ നേരം കൂടെ ഇവിടെ നിന്നേനെ. പക്ഷേ ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് എനിക്ക് നിലമ്പൂർ എത്തണമെന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെക്കാൾ ധൃതിയില്ല. പക്ഷേ വചനത്തിൻ്റെ ചിന്തകളിങ്ങനെ മാല പോലെ ഓരോന്നോരോന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ വണ്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊരു ചിന്തയും കൂടെ എൻ്റെ ഉള്ളിലുണ്ട്. നാളെ ഞായറാഴ്ച നിങ്ങൾക്കെല്ലാം ആരാധിക്കേണ്ടതാണെന്നുള്ളത് കൊണ്ടും കൂടെ ഓർക്കുമ്പം രണ്ടിനാൽ ഞെരുങ്ങുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെയാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ എഫെസ്യ ലേഖനം 1:20 മുതൽ അങ്ങോട്ട് വായിക്കുമ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നവനെ പൊക്കിയിട്ട് സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും 4 കാര്യം പറയുന്നുണ്ട്. സകല വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തി, കർത്തൃത്വം, മീതയല്ല അത്യന്തം മീതെ, ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ള ലോകത്തിലും അവനെ തന്നെ ഉയർത്തി സകലത്തെയും അവൻ്റെ കാൽ കീഴയാക്കി, അവനെ സകലത്തിനും മീതെ താലയാക്കി, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായി അവൻ്റെ ശരീരമായി സഭയ്ക്ക് അവനെ താലയാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ സമുജ്വലമായിരിക്കുന്ന വേദഭാഗങ്ങളാണത്. എന്താ വാഴ്ച, എന്താ അധികാരം, എന്താ ശക്തി, എന്താ കർത്തൃത്വം? ഈ ലോകത്തിലെ സകല വാഴ്ചകൾക്കും മീതെയാണ് എൻ്റെ കർത്താവ്. കർത്താവ് ഒരുവനെ ഉയർത്തിയാലുണ്ടല്ലോ, ദൈവം ഒരുവനെ തൻ്റെ ശക്തിയാൽ ഉയർത്തിയാൽ അവൻ ആരുടെ കക്ഷത്തിൻ്റെ കീഴിലല്ല, അവൻ ആരുടെയും അടിമത്വത്തിലല്ല. ദൈവദാസന്മാരോട് ഞാൻ പറയാം, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം വേറൊരുത്തൻ്റെ ആധീശത്വത്തിൽ കൊണ്ട് പണയപ്പെടുത്തി
നഷ്ടപ്പെടുത്തരുത്. കർത്താവ് തന്ന ആ അഭിഷേകത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ നിന്നോണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യക്തമായ ബോധ്യം പ്രാപിച്ച് കരുതലോടെ നീക്കാൻ കഴിയണം. ഒരു ശക്തി നമ്മുടെ മീതെ ആധിപത്യം ചെലുത്താൻ അനുവദിക്കരുത്. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. ഇങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി, ഇടത്തിയാനെ വലത്തിയാനെ എന്നൊക്കെ പറഞ്ഞ് വമ്പൻ ആനയെ നിയന്ത്രിക്കുന്ന പാപ്പാനെ കണ്ടിട്ടുണ്ടോ? മൊത്തത്തിൽ തൂക്കിയാൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരിപ്പടക്കം തൂക്കിയാൽ 45 കിലോ തൂങ്ങത്തില്ല. ആ പുള്ളിയാണ് 1, 2, 3, 4 ടൺ ഭാരമുള്ള ആനയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാ ആത്മീയ ലോകത്തിലെ ഏറ്റവും വലിയ ഗതികേടിതാ. പ്രസംഗിക്കാൻ അറിയാം, ശുശ്രൂഷിക്കാൻ അറിയാം, ലീഡ് ചെയ്യാൻ അറിയാം. പക്ഷെ അങ്ങനെയുള്ള പലരെ മൂക്ക് കയറിട്ട് വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. ആത്മശക്തി അകത്ത് വ്യാപരിക്കുമ്പോൾ ഈ കേട്ടുപാടുകളെ മൂക്കുകയറുകളെ പൊട്ടിച്ചുകൊണ്ട് മുൻപോട്ട് കയറാൻ കഴിയണം. ആ അഭിഷേകത്തിന്റെ ശക്തിയോടെ ഒരു വ്യക്തിയുടെയും അധീനതയിലാകരുത്. യെസ്, ഹല്ലേലൂയ. ക്രിസ്തു പരിജ്ഞാനത്തിലെ ഏറ്റവും മഹത്വരമായൊരു കാര്യം അത്. അതുകൊണ്ട് ആരെയും ആദരിക്കരുത്, നേതൃത്വത്തെ ആദരിക്കരുതെന്നും ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല. നേതൃത്വത്തെ ആദരിച്ചോണം. നമുക്ക് മുൻപ് ഈ രണാങ്കണത്തിൽ ഇറങ്ങിയവരെ ആദരിച്ചോണം. അവർക്ക് വിധേയപ്പെട്ടോണം. അവരുടെ മുമ്പേ കയറി പോകരുത്. അവരോട് ചോദിക്കണം ആലോചന. നമ്മളെക്കാൾ അവർക്കാണ് ഏറ്റവും മെച്ചമായ അനുഭവജ്ഞാനമുള്ളത്. അതിന് ഞാൻ ഏറ്റവും പറ്റിയൊരു ഉദാഹരണം പറയാം. വണ്ടി പോയാലും വേണ്ടിയല്ല, ആ ഉദാഹരണം കൂടെ പറയാം. ശ്രദ്ധിച്ച് കേട്ടോണേ. മോവാബ്യ ദേശത്തുനിന്ന് 55 കിലോമീറ്റർ താണ്ടി ബത്ലഹേമിലെത്തിയ ഒരു പെങ്കൊച്ചിനെ അറിയാവോ? എന്തോ പേര്? രൂത്ത്. രൂത്ത് ബോവസിന്റെ കണ്ടത്തിൽ പെറുക്കാൻ ഇറങ്ങി. അമ്മാവിയമ്മയ്ക്ക് ആഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ്. 2 വയറ് കഴിയണം. കണ്ടത്തിലിറങ്ങി അവളോട് ബോവസ് എന്ന് പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണെന്നറിയാമോ? രൂത്തിൻ്റെ പുസ്തകത്തിൽ ബോവസിൻ്റെ സുവിശേഷമുണ്ട്, രൂത്തിൻ്റെ സുവിശേഷമുണ്ട്, നവോമിയുടെ സുവിശേഷമുണ്ട്. അങ്ങനെ രൂത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ സുവിശേഷാത്മകമാണ്. അതിൽ ബോവസ് രൂത്തിനോട് പറയുന്നൊരു സുവിശേഷമുണ്ട്. മകളെ, വേറൊരു വയലിൽ നീ എന്ത് ചെയ്യണ്ട? പോകണ്ട. ഈ വയലിൽ നീ എന്ത് ചെയ്യണ്ട? വിടണ്ട. അതൊക്കെ നല്ല ചിന്തകളാണ്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ കൊയ്ത്തുകാരുടെ പിന്നാലെ നിന്നോണം. എവിടെ നിന്നോണം? മുമ്പിൽ കയറി പെറുക്കരുത്. നീ എവിടെ നിൽക്കണം? ഈ പിന്നാലെ നിൽക്കാനാണ് ഈ പലർക്കും ഇന്ന് പറ്റാതെ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നീ മോവാബിലെ ജനിച്ചു വളർന്നത്. അവിടുത്തെ കണ്ടമേ നിനക്ക് പരിചയമുള്ളൂ. ബത്ലഹേമിലെ കണ്ടത്തിൻ്റെ പുതയിലെവിടെ, കല്ലെവിടെ, കുഴി എവിടെ എന്നൊന്നും നിനക്കറിയത്തില്ല. നിനക്ക് മുമ്പ് ഈ കണ്ടത്തിൽ ഇറങ്ങിയവർക്ക് അതറിയാം. അതുകൊണ്ട് നീ അവരുടെ പിന്നാലെ നിന്നോണം. ഇളമുറക്കാരായ സകല ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ഞാൻ പറയാം, കണ്ടത്തിൽ പരിചയമുള്ളവൻ്റെ മുമ്പേ കയറി നീ ശുശ്രൂഷിക്കണ്ട. അവൻ്റെ പിന്നാലെ നിന്ന് ഗുണം വരാൻ വേണ്ടിയായി പറയുക. സ്തോത്രം. എനിക്ക് 4 സങ്കീർത്തനം അറിയാം. ഞാൻ ബൈബിളിൽ പഠിച്ച് എനിക്ക് BTH ഉണ്ട്, DTH ഉണ്ട്, MDH ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പച്ചന്മാരുടെ മുമ്പേ ഒന്നും കയറി പോകരുത്. അവരുടെ പിന്നാലെ നിന്ന് ചോദിക്കണം, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാൻ കഴിയുന്ന എനിക്ക് പിതാക്കന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പിതൃതുല്യമായി സ്നേഹിക്കുന്ന, ഗുരുതുല്യമായി സ്നേഹിക്കുന്ന MA പൗലോസ് പാസ്റ്ററാണോ അവിടെ ഇരിക്കുന്നത്? സ്തോത്രം. ഈ നാട്ടിൽ വന്ന് ആദ്യം ഞാൻ പരിചയപ്പെട്ട, പിതൃതുല്യമായി ഞാൻ പരിഗണിക്കുന്നൊരു മഹാനായ ദൈവദാസൻ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോഴേ വ്യക്തമല്ല മുഖം, അതുകൊണ്ടാണ് വൈകിപ്പോയത്. സ്തോത്രം. ഞാൻ ആദരിക്കുന്ന ഒത്തിരി പിതാക്കന്മാരുണ്ട്. അവരോട് ചോദിക്കാറുണ്ട്, വാട്ട് ഷാൽ, എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം. ഈ ശീലാസ് പാസ്റ്ററൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഇതൊക്കെ പറയാമെന്ന് പറയുന്നത് എന്നാ പാടാന്നറിയാമോ? വേദോസം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകം തുറക്കാതെ പറയാനറിയാവുന്നൊരു ദൈവദാസൻ്റെ മുമ്പിൽ ഞങ്ങൾ ഈ ഇളമുറക്കാർ നിന്ന് പറയുമ്പോൾ അത് ഭയങ്കര പാട് തന്നെയാണ്. എന്നാലും അവരുടെ ഒരു ബ്ലെസ്സിങ് ഞങ്ങളുടെ മേലൊക്കെ ഉണ്ട്. എന്നെ ഈ നാട്ടിലൊക്കെ ആദ്യം പ്രസംഗിക്കാൻ വേദി തന്ന ഇവിടുത്തെ നമ്മുടെ ഓഡിറ്റോറിയം കൃപ ഓഡിറ്റോറിയം അല്ലേ? കൃപ ഓഡിറ്റോറിയത്തിൽ ഞാൻ എത്ര പ്രസംഗിച്ചു, MA പൗലോസ് പാസ്റ്റർ തന്ന എത്ര യോഗങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ശുശ്രൂഷ കർത്താവിൻ്റെ വലിയൊരു ദാസൻ, അനുഗ്രഹിത പ്രഭാഷകൻ ജെയ്സ് പാണ്ടനാടിന് ആ കുഞ്ഞിനെ കൈപിടിച്ചു കൊടുത്ത് ദ ഗ്രേറ്റ് കവനൻ്റ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം വരെ അദ്ദേഹം എനിക്കത് തന്നത്. സ്തോത്രം. പരിചയത്തിൽ ഒത്തിരി ദൈവദാസന്മാരുണ്ടായിട്ടും അദ്ദേഹം എനിക്കത് തന്നത്. ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തെ ശരിക്ക് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനും ഈ വെട്ടത്തിൻ്റെ കീഴിൽ ഞാൻ അങ്ങോട്ട് നിൽക്കുമ്പോഴും വ്യക്തതയുണ്ടായില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മ വന്നതാണ്, ഒരു തോന്നലുണ്ടായത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമുക്ക് മുൻപേ രണാങ്കണത്തിൽ ഇറങ്ങിയവരെ വിസ്മരിക്കരുത്, അവരെ ആദരിച്ചോണം. 1 വർഷമെങ്കിലും സീനിയോറിറ്റി ഉള്ളവരെ മറക്കരുത്.
ചോദിക്കണം എങ്ങനെയാ എന്താ എന്ന് ചോദിച്ച് അവരിൽ നിന്ന് ട്യൂഷൻ കിട്ടി വേണം നിൽക്കാൻ. അതാ ദൈവാനുഗ്രഹം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കർത്താവ് നമ്മളെ ഉയർത്തിയാൽ നമ്മളങ്ങ് ഉയർത്തപ്പെടും. ഉയർത്തപ്പെട്ടാൽ വേറെ ആരുടെയും കീഴിലായി പോകരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപ് ഇറങ്ങിയവരുടെ അനുഭവ സമ്പത്ത് ഏറ്റെടുത്ത് നന്മയായി മുൻപോട്ട് പോകാനും കഴിയണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുകയും. അപ്പൊ കർത്താവ് ജഡധാരണം ചെയ്തത് ഇത്ര വലിയ രക്ഷ സമ്മാനിക്കാന്, ആ ജഡധാരണം ചെയ്ത കർത്താവിനെ ഇത്ര വലിയ ഉയർപ്പ് കൊണ്ട് ദൈവം മാനിച്ചു. ആ ഉയർത്തപ്പെട്ടവന്റെ ഔന്നത്യമാണ് എഫെസ് ലേഖനം പറയും. ഒടുവിൽ ഒരു കാര്യം കൂടെ ഞാൻ കൊലോസ്യ ലേഖനത്തിൽ എന്ന് പറഞ്ഞങ്ങ് നിർത്താം. കൊലോസ്യ ലേഖനം 3:4 വായിക്കുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ജഡധാരണം ചെയ്ത ക്രിസ്തു ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിന്റെ നീതിയായി ഉയർത്തിയെന്ന സ്വർഗസ്ഥലങ്ങളിലേക്ക് ഏറ്റവും മീതെ ഉയർത്തി. ഇനിയും പരുവത്തിനോട് സാധനം കിട്ടി ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ഇരിക്കുന്നില്ല, നമ്മെ ചേർക്കാൻ ഇറങ്ങി വരും. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മെ ചേർക്കാൻ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതാ സുഹൃത്തെ. തൂങ്ങാമ്പാറയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാം, എൻ്റെ കുഞ്ഞനുജന്മാരോട്, ജ്യേഷ്ഠ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സ്നേഹിതരോട് ഞാൻ പറയാം, കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ പ്രത്യാശയാണ്. ഹല്ലേലൂയ. കർത്താവ് വരുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിൽ വന്ന് നിർത്താം. സ്വർഗത്തിൽ നിന്ന് വരിക. സ്തോത്രം. ഇവിടെ യഹൂദ മര്യാദ പ്രകാരം അടക്കം ചെയ്ത യേശു സ്വർഗത്തിൽ നിറങ്ങി വരുമെന്ന് പറയുമ്പോൾ തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണമാണ്. അപ്പം മരിച്ചുപോയ യേശുവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. ഇവിടുത്തെ കൊയർ പാടിയോന്ന് എനിക്കറിയില്ല. പാടിയിട്ടുണ്ടെങ്കിൽ പാടണം, പാടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ നാളെയെങ്കിലും അത് പാടണം. ഉലകമഹാന്മാരും അഖിലരും ഒരുപോലെ എവിടെ കിടക്കുന്നു? കല്ലറയിൽ കിടക്കുമ്പോൾ കല്ലറ കാലിയാക്കി യോസഫിനെ തിരിച്ചു കൊടുത്തിട്ട് കയറിപ്പോയ ഒരുവനെ ഉള്ളത് എൻ്റെ യേശുവ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ പാടുന്നത്. യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയുന്നത്. എങ്ങനെ വരുന്നെന്നും കൂടെ കേട്ടോണം. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. ഇതുവരെ നമ്മളെ കീഴ്പ്പെടുത്തിയ ദുഷ്ടശക്തിയെ മുഴുവനും കീഴ്പ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവ് വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു മാന്ത്രവാദിക്കും ജയിക്കാൻ പറ്റത്തില്ല, ഒരു കൺകെട്ട് വേലക്കാരന് ജയിക്കാൻ പറ്റത്തില്ല, ഒരധികാരസ്ഥന് നമ്മുടെ മീതെ അധികാരം ചെലുത്താൻ പറ്റില്ല. ഒരു വിധത്തിലുള്ള പോരുകൾക്ക് നമ്മളെ ജയിക്കാൻ കഴിയില്ല. കാരണം കർത്താവ് വരുന്നത് തൻ്റെ അധികാരത്തോടെയാ. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് തൻ്റെ വ്യാപാര ശക്തിയോട്. എന്തിനാ വരുന്നേ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ. നമ്മുടെ ശരീരത്തിന് എന്തോ ഉണ്ട്? എത്ര പേർ സമ്മതിക്കുന്നു ശരീരത്തിന് താഴ്ചയുണ്ട്? താഴ്ചയുണ്ട്. ശരീരത്തിന് താഴ്ചയുണ്ട്. താഴ്ചയില്ലാതിരിക്കത്തില്ല. നമ്മുടെ ശരീരം താഴ്ചയുള്ളതായതുകൊണ്ട് ഇത് ശരീരത്തെ സൂക്ഷിച്ചു കൊണ്ട് നടന്നോണം. മുട്ടിയ പൊട്ടുന്ന, താട്ടിയ പൊട്ടുന്നതായത് ഏതെങ്കിലുമൊക്കെ ആസ്വാദ്യതയുടെ മുമ്പിലൊക്കെ ഇതങ്ങ് വല്ലാതെയായിപ്പോകും. സങ്കീർത്തനം എഴുതിയ ദാവീദ് എന്നെ വിശുദ്ധനാന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഒറ്റ കിളിവാതിൽ തുറന്നു കിടന്നതിലൂടെ നോക്കിയപ്പോഴത്തേക്ക് സങ്കീർത്തനത്തിൻ്റെ സാഹിത്യം എല്ലാം കൂടെ തരികിടതിത്ത ഇന്ന് തഴപ്പോയത് അറിയാമല്ലോ. അതാ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത. ഒരു മോള് മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് ഉപവാസമാണേ, വൈകിട്ടേ കഴിക്കത്തുള്ളൂ. കണ്ണാടി കേൾക്കുന്നോ ഈ പറയുന്നത്? മമ്മി എപ്പോഴേ കഴിക്കത്തുള്ളെന്ന്? വൈകിട്ടേ കഴിക്കുള്ളൂ. ഓക്കെ. മമ്മിക്ക് സന്തോഷമായി, കൊച്ചു ഉപവാസം എടുക്കാൻ തുടങ്ങി. ഓ എൻ്റെ മോളെ ദൈവം സന്ദർശിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു സന്തോഷമായി. അപ്പോഴാ മമ്മി ഓർത്ത് 2 ദിവസത്തിന് മുമ്പേ വാങ്ങിച്ച 5-6 ചിക്കൻ കാല് ഫ്രിഡ്ജിനകത്തിരിക്കുമായിരുന്നു. അത് ഇനിയും വെച്ചാൽ ടേസ്റ്റ് മാറിപ്പോകുന്നുള്ളത് കൊണ്ട് കൊച്ചകത്തപ്പുറത്ത് പ്രാർത്ഥിക്കുകയല്ലേ, പുള്ളിക്കാരി അതെടുത്ത് പൊരിച്ചു. സൂപ്പറായിട്ട് ചിക്കൻ പൊരിയുന്ന മണം കൊച്ചിരുന്ന് ഉപവസിക്കുന്ന മുറിക്കകത്തോട്ട് വ്യാപരിച്ചു എന്നൊക്കെ ഉള്ളത് പെന്തക്കോസ് ഭാഷയായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചിക്കൻ്റെ മണം മുറിക്കകത്തോട്ട് വ്യാപരിച്ചപ്പോൾ പ്രാർത്ഥന നിർത്തി പതിയെ എഴുന്നേറ്റ് വന്നു. അല്ലേ മമ്മി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. വൈകിട്ട് ആയിരുന്നു കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ചിക്കൻ്റെ വ്യാപാരം അങ്ങ് എന്നപ്പോൾ തീരുമാനം മാറ്റി. എന്തോന്നാ? ഉച്ചയ്ക്ക് കഴിക്കാമെന്ന്. ഇതാണ് നമ്മുടെ ശരീരം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം. തീരുമാനം എത്ര വേഗമാണ് മാറുന്നതെന്നറിയാം. വിശന്ന് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള വിശപ്പ് കയറിയാൽ നമ്മുടെ ശരീരം വല്ലാതെ വികലമാവും.
ആ വിശപ്പുകളെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശരീരമാക്കിക്കോണം ആത്മശക്തിയാൽ. എന്നാൽ ഈ താഴ്ചയുള്ളതിനെ, സ്തോത്രം, ഈ താഴ്ചയുള്ളതിനെ കർത്താവ് മാറ്റിയിട്ട് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അതാണ് കൊലോസ്യ ലേഖനം നൽകുന്ന ക്രിസ്തു പരിജ്ഞാനം. അപ്പോൾ ഫിലിപ്പിയ ലേഖനം നൽകുന്ന ക്രിസ്തു പരിജ്ഞാനം നമ്മെ വീണ്ടെടുക്കേണ്ടതിന് കർത്താവ് നമ്മെ പോലെയായി, എന്നിട്ട് നമുക്ക് തരാൻ പോകുന്ന ഭാഗ്യ പദവിയുടെ തെളിവായി ഉയർത്തെഴുന്നേറ്റു. അതാണ് എഫെസ്യ ലേഖനം നൽകുന്ന പരിജ്ഞാനം. കൊലോസ്യ ലേഖനം നൽകുന്ന പരിജ്ഞാനം എന്ന് പറയുന്നത് ആ ക്രിസ്തു നമ്മെ ചേർക്കാനായിട്ട് ഇനി വരാൻ പോവുക. വരുമ്പം നമ്മളെ ഈ പടി അങ്ങോട്ട് കൊണ്ടുപോവുകയല്ല, തൻ്റെ ശരീരത്തോട് നമ്മളെ അനുരൂപമാക്കും. ഉപദേശത്തിൻ്റെ കനത്ത ഒരു നുറുങ്ങ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ശ്രദ്ധിച്ച്, കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. യൂത്ത് എല്ലാം ശ്രദ്ധിച്ചോണം നന്നായിട്ട്. തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. അങ്ങനെയാണെങ്കിൽ ആരെ അനുരൂപമാക്കുന്നെന്നറിയാമോ? കർത്താവ് വരുമ്പോൾ തൻ്റെ രൂപത്തോട് അനുരൂപമാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ റോമാലേഖനം 12:2 കൊലോസ്യ ലേഖനം 3:4 ഫിലിപ്പിയ ലേഖനം 3:21 ലിങ്ക് ചെയ്യണം. ഫിലിപ്പർ 3:21 പറയുന്നത് വന്ന് തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും. റോമർ 12:2 പറയുന്നത് ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് നമ്മൾ എന്തോ ചെയ്യരുത്, അനുരൂപമാകരുത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാലം അത്രയും ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിച്ചാൽ കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. പെന്തക്കോസ്താണെന്നും പറഞ്ഞ് എങ്ങനെങ്കിലും ജീവിച്ചാൽ നീ കയറിപ്പോകത്തില്ലെന്നാണ് ഈ പറഞ്ഞ എൻ്റെ അർത്ഥം. വിശുദ്ധിക്കും വേർപാടിനും വിശ്വസ്തതയ്ക്കും വേണ്ടി നമ്മൾ കരുതലോടെ നിന്നാൽ കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും.